ഇന്ന് ഉച്ചയ്ക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലിരുന്ന ഞണ്ടിനെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി അങ്ങ് കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ടേ. എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ജോലികൾ തീർക്കണം. അങ്ങനെ വേഗം തന്നെ ഞണ്ട് റോസ്റ്റിനുള്ള സവാളയൊക്കെ ഇട്ട് കൊടുത്തു. ഈ ഞണ്ട് റോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാള എത്രത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് അവസാനം ഒരരപ്പിൻ്റെ ലാസ്റ്റ് കാണത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നല്ല 4 വലിയ സവാള തന്നെ ഇതിനിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവസാനം ഇതിന് ഒരു അരപ്പും കാണാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത് കുരുമുളക് പൊടി ഇല്ല എന്നുള്ളത്. വേഗം തന്നെ കുരുമുളക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ആ ജാറിൽ തന്നെ കുറച്ച് രസത്തിനും കൂടി ചതച്ചെടുത്തേക്കാന്ന് നേരെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും ഒരു പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടോ. ഇനി ഒട്ടും സമയം കളയാനില്ല. അപ്പുറത്ത് അടുപ്പ് അങ്ങ് കത്തിച്ച് വെച്ചിട്ട് നേരെ അതിനെ അങ്ങ് കടുക് കൂടി ചുട്ടു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റിന് അല്ല ഞണ്ട് റോസ്റ്റിനുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിലൂടെ രസത്തിനുള്ളതായിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ഈ തക്കാളി ഒന്നിങ്ങനെ വെന്ത് വരണം. എന്നാലേ ആ ഒരു രസം ഒരു സുഖം ഉണ്ടാവത്തുള്ളൂ. അപ്പോഴത്തേക്കും ഞണ്ട് റോസ്റ്റിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതിനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നേരെ രസത്തിനും കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് രസത്തിലോട്ട് കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് അതിനാവശ്യത്തിനുള്ള ഉപ്പും കായപ്പൊടിയും മല്ലിയിലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റിൻ്റെ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ഞണ്ടും കൂടി ഇട്ട് അങ്ങ് അടച്ച് വെച്ചിട്ടോ. അങ്ങനെ രസമായി വന്നിട്ടുണ്ട്. രസം ഞങ്ങളിവിടെ തിളപ്പിക്കാറില്ല കേട്ടോ. ഇതെനിക്ക് രാവിലെ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ആൻറ്റി തന്നെയാട്ടോ. അപ്പോൾ നല്ല പഴുത്ത കപ്പയ്ക്കായിരുന്നു. ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഇതിനെ തോണ്ടിയെടുത്ത് തിന്നേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ അതിനെ ചെത്തിയെടുത്തൊരു പാത്രത്തിലോട്ടിട്ടു. പാത്രത്തിലോട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നല്ല മധുരമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വെച്ചോണ്ടിരുന്നില്ല. അപ്പം തന്നെ അതൊക്കെ കഴിച്ചു തീർത്തു. എനിക്ക് പിന്നെ ഒരു 2 kg വാനില കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ. കസ്റ്റമർ തന്നെയാണ് ഈ ഒരു കളർ കോമ്പോയൊക്കെ പറഞ്ഞു തന്നത്. ഞാൻ അതേപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ കസ്റ്റമറിന് കൊണ്ട് കേക്കൊക്കെ കൊടുത്തു. ഇനി എനിക്ക് വേഗം വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. ഈ ചാടിത്തുള്ളി വരുന്ന കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കേള്. അങ്ങനെ ആ മോക്ക് ഞാനൊരു വിഷു ഒക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണേ. വീട്ടിൽ വന്ന ഉടനെ ഞാൻ ചോറെടുത്ത് കഴിക്കുവാണ്. നല്ല ചൂട് ചോറും നല്ല ചൂട് ഞണ്ട് റോസ്റ്റും ഒക്കെ കഴിക്കണം എന്ന് വിചാരിച്ചാണെങ്കിലും ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഉള്ളത് കഴിക്കാം. ഇച്ചിരി തണുത്തു പോയാലും കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഫുഡല്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഫുഡല്ലേ. അങ്ങനെ ഞാൻ വേഗം കുറച്ച് ഞണ്ട് റോസ്റ്റും കുറച്ച് ബീട്രൂട്ട് തോരനും പിന്നെ ഇന്നലെ വെച്ച കുറച്ച് വാളക്കറിയുടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും എടുത്തു. പിന്നെ നമ്മുടെ രസവും കൂടി ഒഴിച്ചിട്ട് ഞാൻ നേരെ ചോറ് കഴിക്കുവാണേ. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അമ്മയുടെ അടുത്തോട്ട് പോകാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ബൈ.